നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ജാർഖണ്ഡിൽ 7 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ബീഹാർ പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കേസിൽ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം അങ്ങനെ 20 ആയിട്ടുണ്ട്. അനൂപ് ദാസ് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അനൂപ്, ഈ പിടിയിലായ ആളുകൾ ആരൊക്കെയാണ്? അവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അവരുടെ പങ്ക് എന്താണ്? പ്രജിഷ്, പിടിയിലായ ആളുകളുടെ പേര് വിവരങ്ങൾ ബീഹാർ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ജാർഖണ്ഡിൽ നിന്നാണ് 7 പേരെയും പിടികൂടിയത്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ചോദ്യപേപ്പർ പലയിടങ്ങളിലേക്ക് എത്തിക്കാനും ആളുകൾക്ക് കൊടുക്കാനും പണം വാങ്ങാനുമെല്ലാം ഇവർ ഇടനില നിന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായവരുടെ എണ്ണം 20 ആയിരിക്കുകയാണ്. നേരത്തെ 3 ദിവസം മുൻപ് തന്നെ 13 പേർ അറസ്റ്റിലായപ്പോൾ ഇവരുടെ അറസ്റ്റ് എന്തിനാണ്, ചോദ്യപേപ്പർ ചോർച്ചയിൽ ഏതു നിലയിലാണ് ഇവർ പങ്കെടുത്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആരാഞ്ഞുകൊണ്ട് NTA-യും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഒരു വിശദീകരണം ബീഹാർ സർക്കാരിൽ നിന്ന് തേടിയിരുന്നു, പോലീസിൽ നിന്ന് തേടിയിരുന്നു. പക്ഷേ നടപടികളൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും കൂടുതൽ അറസ്റ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ വ്യക്തമാകുന്നത് വലിയ ഒരു അഴിമതി ഇക്കാര്യത്തിൽ നടന്നു എന്നത് തന്നെയാണ്. 20 പേരാണ് നിലവിൽ അനൂപ് അറസ്റ്റിലായിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ പേരിലേക്കും കൂടുതൽ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പരിശോധനകൾ, ഈ അന്വേഷണം എങ്ങനെ, വിവരങ്ങൾ, തെളിവുകളൊക്കെ കൂടുതലായി ശേഖരിക്കപ്പെടുന്നുണ്ടോ? ഇതിൽ ഞെട്ടിപ്പിക്കുന്ന കുറേയേറെ മൊഴികൾ പുറത്തു വരികയാണ്. ഇന്ന് തന്നെ അറസ്റ്റിലായ ഒരു വിദ്യാർത്ഥിയുടെ, ഇപ്പോൾ അറസ്റ്റിലായ 20 ആളുകളിൽ വിദ്യാർത്ഥികളുമുണ്ട് 4 പേർ. അതിലൊരു വിദ്യാർത്ഥിയുടെ അച്ഛൻ ബീഹാർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് 40 ലക്ഷം രൂപയാണ് ഇടനിലക്കാരൻ ആവശ്യപ്പെട്ടത് എന്നതാണ്. അതായത് ഈ പരീക്ഷ ജയിക്കുകയാണ് എങ്കിൽ ഈ പണം നൽകണം. 40 ലക്ഷം രൂപയാണ്, ചെറുതൊന്നല്ല, 40 ലക്ഷം രൂപ. ഈ 40 ലക്ഷം രൂപ എന്ന് പറയുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇന്നലെ ലഭിച്ച ഒരു മൊഴി, ഈ പരീക്ഷയുടെ 2 ദിവസം മുൻപ് തന്നെ രാത്രി ഈ ചോദ്യപേപ്പർ ലഭിച്ചിരുന്നു എന്ന മൊഴി കുട്ടികൾ നൽകിയിട്ടുണ്ട്. അതായത് വളരെ കൃത്യമായ വിവരങ്ങൾ ഈ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്നത് സംബന്ധിച്ച് പുറത്തു വരികയാണ്. അതായത് പലയിടങ്ങളിലും പണം നൽകി ചോദ്യപേപ്പർ വാങ്ങിയ ആളുകൾക്ക് പരീക്ഷ എഴുതാനും മികച്ച മാർക്ക് സ്വന്തമാക്കാനും കഴിഞ്ഞു. ആ ആളുകളൊക്കെ ഇപ്പോഴും ലിസ്റ്റിലുണ്ട്, കൗൺസിലിംഗ് നടക്കാൻ പോകുന്നു. അതേസമയം തന്നെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്ന് 24 ലക്ഷം പേരാണ് ഈ പരീക്ഷ എഴുതുന്നത് എന്ന് നമ്മൾ ഓർക്കണം. കയ്യിൽ പണമുണ്ട്, ഇടനിലക്കാരെ അറിയാമെന്നുള്ളത് കൊണ്ട് കുറേ ആളുകൾ ലിസ്റ്റിൽ മുന്നിലേക്ക് വരുന്നു. അതൊന്നുമില്ല. സാധാരണ നിലയിൽ നല്ല രീതിയിൽ പഠിച്ചെഴുതിയ ആളുകൾ ലിസ്റ്റിൽ പുറകേക്ക് പോകുന്നു എന്നതാണ് വിഷയം. നീറ്റ് പരീക്ഷ റദ്ദ് ചെയ്യണോ എന്ന ചോദ്യം വീണ്ടും ഉയരുന്നുണ്ട് ഈ അറസ്റ്റൊക്കെ തുടരെ നടക്കുമ്പോൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ജാർഖണ്ഡിൽ അങ്ങനെ 7 പേർ കൂടി അറസ്റ്റിലാവുകയാണ്. അങ്ങനെ 20 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നത്. അനൂപ് ദാസാണ് ഡൽഹിയിൽ നിന്നും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.